ഗുഡ് മോർണിംഗ് എവ്രിവൺ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നലെ റൈറ്റ്സിന്റെ കുറച്ച് ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇനി ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ബാക്കിയുണ്ട്. അതുപോലെ തന്നെ തിയറീസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ബാക്കിയുണ്ട്. പിന്നെ ഡ്യൂട്ടീസും. നമ്മളതെല്ലാം ഇന്ന് തീർക്കാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് തുടങ്ങാം. നമ്മള് ആദ്യം വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് തിയറീസ് ഓഫ് റൈറ്റ്സോട്ട് വരാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ആദ്യം തിയറീസ് ഓഫ് റൈറ്റ്സ് തന്നെ വെച്ചിട്ട് തുടങ്ങാം. ഇന്നലത്തെ ഒരു റീക്യാപ്പ് എന്ന രീതിയിൽ നമ്മൾ ഇന്നലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സ് ആണ് നമ്മൾ അവസാനമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നാച്ചുറൽ ലീഗൽ റൈറ്റ്സ്, മോറൽ റൈറ്റ്സ്, സിവിൽ റൈറ്റ്സ്, അങ്ങനെ തുടങ്ങി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സ് we discussed yesterday. So today we have got different theories about rights. I mean, what are the origin of rights, or what are the different interpretation about the origin of rights. So as the first theory we have got natural theory of rights. ആദ്യത്തെ തിയറി ആയിട്ട് പറയുന്നത് നാച്ചുറൽ തിയറി ഓഫ് റൈറ്റ്. അതായത് നാച്ചുറൽ തിയറിസ്റ്റുകളായ, അതായത് ഏൻഷ്യന്റ് ഫിലോസഫേഴ്സ്, അതുപോലെ തന്നെ മിഡീവൽ ഫിലോസഫർ ആയിരുന്ന ജോൺ ലോക്ക് തുടങ്ങിയ ആളുകൾക്ക് റൈറ്റ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവർ പറയുന്നു നേച്ചർ ഈസ് ദ ഓഥർ ഓഫ് certain rights. അതായത് ചില റൈറ്റുകളുടെ ഓഥർ എന്ന് പറയുന്നത് നേച്ചറാണ്. thus it will be universal. അതുകൊണ്ട് തന്നെ ഇത് യൂണിവേഴ്സൽ ആയിരിക്കും. പ്രകൃതിയാണ് ചില നിയമങ്ങൾ, ചില റൈറ്റുകൾ തരുന്നത്. എന്നിട്ട് ജോൺ ലോക്സ് പറയുന്നു റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ലിബർട്ടി, അതുപോലെ തന്നെ പ്രോപ്പർട്ടി, റൈറ്റ് ടു ഹാവ് പ്രോപ്പർട്ടി. ഈ തരത്തിലുള്ള ഈ റൈറ്റുകൾ എന്ന് പറയുന്നത് ദീസ് ആർ ദ നാച്ചുറൽ റൈറ്റ്സ് ഓഫ് human beings which cannot be taken away from him. അത് ഒരിക്കലും മനുഷ്യനിൽ നിന്നും നമുക്ക് എടുത്തു കളയാൻ പറ്റാത്ത റൈറ്റ്സ് ആണ് റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, പ്രോപ്പർട്ടി എന്നെല്ലാം. അപ്പൊ ഈ ഹോബ്സ്, ലോക്ക്, ജോൺ ലോക്ക് സോഷ്യൽ കോൺട്രാക്ട് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവർക്കും നാച്ചുറൽ റൈറ്റ്, അല്ലെങ്കിൽ ഈ ഒരു നാച്ചുറൽ റൈറ്റ് ഉണ്ട് തുടങ്ങി. ആ സമയത്താണ് അദ്ദേഹം ഈ ഒരു റൈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതായത് when we get threatened about natural rights തുടങ്ങിയിട്ട് ആ ഭാഗത്ത് അത് it's about a different topic. So we can say that John Locke was one among the main proponents of natural theory of rights. രണ്ടാമതായിട്ട് പറയുന്നത് ലീഗൽ തിയറി ഓഫ് റൈറ്റ്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ ചില കോൺസെപ്റ്റുകൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ലൈക്ക് വാട്ട് ദേ ഹാവ് ഗോട്ട് ടു ടോക്ക് അബൌട്ട് ദിസ്. ലീഗൽ തിയറി ഓഫ് ജസ്റ്റിസ് പറയുന്നു ലീഗൽ തിയറി ഓഫ് റൈറ്റ്സ് പറയുന്നു റൈറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ലോസ് വിതൗട്ട് വിച്ച് റൈറ്റ് കാനോട്ട് എക്സിസ്റ്റ്. അതായത് നിയമങ്ങളാണ് നമുക്ക് റൈറ്റുകൾ നൽകുന്നത്. മെയിൻ പ്രൊപ്പോണൻസ് ആയിട്ടുള്ള ഹോബ്സ്, ബെന്താം, ഓസ്റ്റിൻ, തോമസ് ഹോബ്സ്, ജെറമി ബെന്താമിൻ, ജോൺ ഓസ്റ്റിൻ തുടങ്ങിയ ആളുകളാണ് ലീഗൽ തിയറി ഓഫ് റൈറ്റ്. അതായത് അവര് പറയുന്നു ഓരോ രാജ്യത്തിന്റെയും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിന്റെയും നിയമങ്ങളിൽ നിന്നാണ് ആ രാജ്യത്തെ അല്ലെങ്കിൽ സമൂഹത്തിലെ റൈറ്റ്സ് ഉണ്ടാവുന്നത്. ലീഗൽ തിയറി ഓഫ് റൈറ്റ്സ്. Then as a third one we have got historical theory of rights. Historical theory of rights or historical theories, they find the roots of human rights in the customs, beliefs and traditions of a particular society, and it's not a product of a small process
or it is as a product of a long historical product which was there in the society, and later at a later period of time it was considered as a right. ഹിസ്റ്റോറിക്കൽ തിയറിസ്റ്റ് പറയുന്നത് നിയമങ്ങൾ അല്ലെങ്കിൽ ഒരു അർദ്ധരാത്രിയിൽ ഉണ്ടാകുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ ഒരു കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നിട്ടുണ്ടാകുന്ന നിയമങ്ങളല്ല റൈറ്റിന്റെ ഉറവിടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റഡ് എല്ലാ റൈറ്റുകളും ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ സമൂഹത്തിലെ കസ്റ്റംസ് അല്ലെങ്കിൽ സോഷ്യൽ ബിലീഫ്സ്, സോഷ്യൽ വാല്യൂസ്, നോംസ്, ഇവയിലെല്ലാം അധിഷ്ഠിതമായിരിക്കും ആ രാജ്യത്തിലെ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ഡിപെൻഡന്റ് ഓൺ ദം, ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദം, or these are the origins of rights in that particular society or state എന്നാണ് ഹിസ്റ്റോറിക്കൽ തിയറിസ്റ്റ് പറയുന്നത്. മെയിൻ പ്രൊപ്പണൻസ് ആയിട്ട് പറയുന്ന ആൾ എഡ്മണ്ട് ബർഗ്. എഡ്മണ്ട് ബർഗ് എന്ന് പറയുന്ന ഫിലോസഫർ ആണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ തിയറി ഓഫ് റൈറ്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. പിന്നെയുള്ള നാലാമത്തായിട്ട് പറയുന്നത് ഐഡിയലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ. ഐഡിയലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ അവര് പറയുന്നു rights are or they're having a moralistic view about rights. For them, rights and liberties are rooted in the minds of man. അതായത് മനുഷ്യന്റെ മനസ്സിലാണ് ആക്ച്വലി നിയമങ്ങളും അതുപോലെ തന്നെ റൈറ്റ്സും ഡ്യൂട്ടീസും എല്ലാം deserve the human mind, and that is the source of all these rights and duties and liberties. Everything is produced by the human mind, and everything is for the betterment of human mind and to have a better human personality. അപ്പൊ ഐഡിയലിസ്റ്റിക് വ്യൂ പറയുന്നത് എന്താ വെച്ചാൽ മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് നിയമങ്ങൾ ഉണ്ടാവുക, മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് റൈറ്റുകൾ ഉണ്ടാവുന്നത്, ആൻഡ് ഇറ്റ്സ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മൈൻഡിന്റെയും അതുപോലെ തന്നെ ഹ്യൂമൻ പേഴ്സണാലിറ്റിയുടെയും എല്ലാം ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ് നമുക്ക് റൈറ്റ്സുകൾ ഉള്ളതാണെന്നാണ് ഐഡിയലിസ്റ്റിക് വ്യൂ പറയുന്നത്. മെയിൻ പ്രൊപ്പണൻസ് ആയിട്ട് പറയുന്നത് ടി എച്ച് ഗ്രീൻ ആണ് ഐഡിയലിസ്റ്റിക് വ്യൂവിനെ കാര്യമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുള്ള ആൾ. പിന്നെയുള്ളത് മാർക്സ് തിയറി. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ മാർക്സിന്റെ ഏതൊരു തിയറിയും അല്ലെങ്കിൽ ഏകദേശം എല്ലാ തിയറിയിലും we can see a class perspective on it. So here also we have got a class perspective, or we can say like none of the other theories they talk about a class aspect of rights, അല്ലെങ്കിൽ ഒരു ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു വിഭാഗം, ഡൊമിനേറ്റർ ആയിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങളെ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കി വെക്കുന്ന ഒരു പ്രാക്ടിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് മറ്റാരും സംസാരിച്ചിട്ടില്ല. മാർക്സിയൻ തിയറിയാണ് അവിടെ പറയുന്നത്. അവർ പറയുന്നു, അല്ലെങ്കിൽ മാർക്സിയൻ തിയറി പറയുന്നു, ഡൊമിനന്റ് ക്ലാസ് ക്രിയേറ്റ്സ് റൈറ്റ്സ് ഫോർ ദെയർ ഓൺ സേക്ക്. അതായത് സമൂഹത്തിലെ ഡൊമിനന്റ് ആയിട്ടുള്ള, ഇപ്പൊ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയില് ക്യാപിറ്റലിസ്റ്റുകൾ, കോർപ്പറേറ്റുകൾ, അതുപോലെ ഫ്യൂഡൽ സൊസൈറ്റി ആയിരുന്ന സമയത്ത് ഫ്യൂഡൽ ലോർഡ്സ്, നമ്മുടെ കാസ്റ്റ് സൊസൈറ്റി ആയിരുന്ന സമയത്ത് ഹയർ കാസ്റ്റ് പീപ്പിൾ. അതായത് സമൂഹത്തിലെ ഡൊമിനന്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് റൈറ്റ്സ് എന്ന് പറയുന്നത് എന്നാണ് മാർക്സിയൻ തിയറി. പക്ഷെ ഈ ഒരു മാർക്സിയൻ തിയറിയിൽ we can say it is partially correct and it is partially wrong, because we can see that in almost every period of human history there was class struggle, and obviously everything, when there is a class struggle, the dominant class will control the non-dominant, or we can say the working class. So obviously the laws and everything will be created by the dominant class. അപ്പൊ ഇങ്ങനെ ഒരു അസമത്വം ഉണ്ടായിരിക്കുമ്പോൾ ഡൊമിനന്റ് ക്ലാസ് ആയിരിക്കും എപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സോ when it comes to the rights also, they decide what should be the rights. But if we take the history of human rights, we can say that although the historical theory of right is true or correct about the origin, that is like we can see a lot of we can see the origin of a lot of
rights in the social customs and beliefs and rituals and in religion also. But at the same time, we can see a lot more rights. They are originated from the or originated due to the struggles of the oppressed classes. For example, we can see the Magna Carta. In Magna Carta, King John was forced to sign Magna Carta, which gave few rights to the people of England. അപ്പൊ നമുക്കറിയാം ഈ റൈറ്റുകളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ like some of them are originated um, in the customs, beliefs, or practice of the society. Some of them are the product of laws. Some of them were there in the nature, and some of them were created by the dominant class. So to conclude, we can say that almost every theory of natural rights is right. It is correct only, but not entirely, partially correct, which is applicable to Marxian theory also, who said that rights are the production of dominant class to control the other classes of the society. അതായത് ഏറ്റവും ഡൊമിനന്റ് ആയിരിക്കുന്ന ക്ലാസ് സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളെ ഡൊമിനന്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ തയ്യാറാക്കിയിട്ടുള്ള അവരൊരു ടൂൾ, അവരുടെ കയ്യിലൊരു ടൂളാണ് റൈറ്റ് എന്നാണ് മാർക്സിസ്റ്റുകൾക്ക് പറയാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തിയറീസ് ഓഫ് റൈറ്റ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. I think that's all about theories of rights, and now we can move to the concept of human rights. നമ്മൾ ഇന്നലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ അത് ആക്ച്വലി ഹ്യൂമൻ റൈറ്റ് അതൊരു ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റൈറ്റ്സ്. അപ്പൊ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യാതിരുന്നത് കാരണം എന്ന് വെച്ചാൽ വി ഹാവ് ഗോട്ട് എ സെപ്പറേറ്റ് chapter or separate discussion on human rights. That is the reason why we didn't talk about human rights yesterday. So today we have got the concept of human rights. So we can say that why human rights is very much important, because we can say that human rights are the inalienable rights to everyone, simply because they are human beings. അതായത് മനുഷ്യനാണ് എന്നതുകൊണ്ട് മാത്രം you don't have to have any other privileges. You just have to be a human being. അതായത് മനുഷ്യനാണ് എന്ന ഒറ്റ പരിഗണന കൊണ്ട് ലോകത്തെ എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്ന ബേസിക് റൈറ്റ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റൈറ്റ്സ് മറ്റു റൈറ്റുകളിൽ നിന്നെല്ലാം വളരെയധികം വ്യത്യസ്തമാണ്. ദിസ് ഈസ് ദ റീസൺ വൈ we consider human rights as something important other than the other rights we have discussed yesterday. കാരണം ഇവിടെ മറ്റു പരിഗണനകളൊന്നുമേ ഇല്ല. പകരം മനുഷ്യനാണ് എന്ന് ഒറ്റ പരിഗണന മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. And human rights is as I said, human rights is based on the belief that every human being in the society or in the world is entitled to have his or her rights without having any discrimination. അതായത് ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ അല്ലെങ്കിൽ എവിടെയാണ് ജനിച്ചത്, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, ഇതുപോലെയുള്ള യാതൊരു പരിഗണനകളും കൂടാതെ മനുഷ്യനാണ് എന്ന്, മനുഷ്യവർഗമാണ് എന്ന് പറയുന്ന എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മള് മനുഷ്യർ നൽകുന്ന പരിഗണനയാണ് അല്ലെങ്കിൽ അവകാശമാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ we have already discussed several other types of rights. നമ്മൾ ഇന്നത്തെ ഒരുപാട് റൈറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. So why it is important or why is it different from other rights എന്ന് പറയുന്നത് നമുക്ക് രണ്ട് പോയിന്റ്സ് ആണ് പറയാനുള്ളത്. അത് എന്തുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് മറ്റു റൈറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കാനുള്ള കാരണം. അതില് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഇറ്റ് ഹാസ് എ സെറ്റ് ഓഫ് സെപ്പറേറ്റ് features which are not there in other rights.
ഒന്നാമത്തെ ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത് ഇൻഹറന്റ്. അതായത് ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ അവന്റെ കൂടെ തന്നെ ജനിക്കുന്നതാണ് ഹ്യൂമൻ റൈറ്റ്സ്. വി ഡോണ്ട് ഹാവ് ടു ബൈ ഇറ്റ്, അല്ലെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു ഹാവ് ടു ബി someone else or to have special privileges to have those rights. അതായത് മനുഷ്യനായി ജനിക്കുന്ന സമയത്ത്, ലോകത്ത് ഓരോ മനുഷ്യനും ഓരോ മനുഷ്യ കുഞ്ഞും ജനിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്ന റൈറ്റ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് വിച്ച് ആർ ഇൻഹറന്റ് ഇൻ us. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇൻഅലിയനബിൾ ആണ്. നമുക്ക് ഒരിക്കലും നമ്മളിൽ നിന്നും എടുത്തു കളയാൻ പറ്റാത്ത, വിച്ച് cannot be taken away from anyone. ലോകത്തുള്ള ഒരാളിൽ നിന്നും എടുത്തു കളയാൻ പറ്റാത്ത, ഒരിക്കലും എടുത്തു കളയാൻ പറ്റാത്ത റൈറ്റ്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സ്. ഒന്നാമതായിട്ട് ഇൻഹറന്റ് ആണ്, രണ്ടാമതായിട്ട് ഇൻഅലിയനബിൾ ആണ്. ഒരിക്കലും വിച്ച് cannot be taken away, which cannot be separated from any human beings in this world. മൂന്നാമതായിട്ട് ഈക്വലി അപ്ലിക്കബിൾ ടു എവ്രി വൺ. ആസ് വി സെഡ് ഏർലിയർ, there will not be any discrimination. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തുല്യരായിട്ട് ലഭിക്കുന്ന റൈറ്റിനെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്നത്. അപ്പൊ ഈ ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒന്നാമതായിട്ട് ഹ്യൂമൻ റൈറ്റ്സിനെ മറ്റ് റൈറ്റ്സുകളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്ന കാര്യം, ഒരു ഘടകം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് മെയിൻ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ഹ്യൂമൻ റൈറ്റ്സ് ഫോൾസ് ഓൺ ദ ഹാൻഡ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് കോമ്പറ്റന്റ് അതോറിറ്റീസ്. അതായത് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് ഇറ്റ് ഫോൾസ് ഓൺ ദ ഹാൻഡ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് കോമ്പറ്റന്റ് അതോറിറ്റീസ്. അതായത് രാജ്യം അല്ലെങ്കിൽ സ്റ്റേറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ മറ്റു ഘടകങ്ങളോ ആണ് ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ദെയർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട്, or it is the duty of the state to protect the human rights of the people living inside its boundaries. But if we look at the application of human rights, or when we take the application of human rights into consideration, we can see that its application may be between two separate individuals, or it can be between an individual and a state. നമുക്ക് ഹ്യൂമൻ റൈറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചില ഹ്യൂമൻ റൈറ്റ്സ് ലൈക്ക് if there is a conflict between human rights, it may be between two individuals. അവിടെ സ്റ്റേറ്റ് ഒരു പാർട്ടിയെ അല്ലായിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് എന്തായിരിക്കും, there will be state in the one hand and there will be individual on the other hand. അപ്പൊ it doesn't matter whether the application is between two individuals or between the state and individuals. എല്ലാ കേസുകളിലും it is the duty of state to protect the human rights. For example, നമുക്കറിയാം റൈറ്റ് ടു ലൈഫ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം, ഇവിടെ ആക്ച്വലി ലൈക്ക് ഒന്നാമതായിട്ട് നമുക്ക് പറയാം സ്റ്റേറ്റിന് ജനങ്ങളുടെ ജീവൻ എടുക്കാനുള്ള അവകാശമില്ല, അത് പ്രൊട്ടക്ട് ചെയ്യണം. രണ്ടാമതായിട്ട് പറയാം സ്റ്റേറ്റ് ഹാസ് ടു പ്രൊട്ടക്ട് someone from being killed by someone else. അതായത് ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിനെ കൊല്ലുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ഹോമിസൈഡ്, സ്റ്റേറ്റ് ഷുഡ് പ്രിവെന്റ് ദാറ്റ്. അപ്പൊ ഈ ഒരു നമുക്കറിയാം ഈ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ problem or it is a case between two individuals, but it is the duty of the state as a third party to protect the rights of everyone. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഒരു റീസൺ ആയിട്ട് why we should consider human rights separated from other rights, or we can say why human rights is important. We have got two reasons. The first one, the inherent, inalienable and equally applicable to all, that is the universal characteristics of human rights. രണ്ടാമത്തത് it is the duty of the state to protect human rights of everyone, although the application may be between two individuals or individual and the state, but it doesn't matter. It is the duty of the state to ensure human rights to everyone, whoever stays inside the boundary of or inside its territory.
ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അതായത് ലോകത്ത് ഹ്യൂമൻ റൈറ്റ്സ് എങ്ങനെ ഉണ്ടായി. We have talked about how rights were emerged, but how we got a recognition, how human rights got recognition. അപ്പൊ ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ദ ഏൻഷ്യന്റ് ബാബിലോൺ. ബാബിലോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രസന്റ് ഇറാഖും അതുപോലെ തന്നെ ഇറാനെല്ലാം ഉൾക്കൊള്ളുന്ന ഭാഗത്തെയാണ് മെസൊപ്പൊട്ടേമിയ ബാബിലോൺ എന്ന് പറയുന്നത്. ആ സമയത്ത് ആക്ച്വലി BC 539 സൈറസ് ദ ഗ്രേറ്റ് അദ്ദേഹം ബാബിലോൺ കീഴടക്കി. ആ സമയത്തെല്ലാം ലോകത്ത് യൂറോപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രസന്റ് യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഇറ്റ് വാസ് നോട്ട് ഇൻ ദ പിക്ചർ അറ്റ് ഓൾ. ആ സമയത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സിവിലൈസേഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ബാബിലോണിയ, അതുപോലെ ഗ്രീക്ക്. യൂറോപ്പ് ആയിരുന്നില്ല, ഗ്രീക്ക് എന്ന് പറയുന്ന സിവിലൈസേഷൻ. അപ്പോ ആ സമയത്ത് അതുപോലെ തന്നെ ഈ ബാബിലോണിയൻ സിവിലൈസേഷൻ, നമുക്ക് മെസപ്പൊട്ടേമിയ, ബാബിലോണിയ ഭാഗത്തുള്ള സിവിലൈസേഷൻ. അപ്പൊ ഈ BC 539 സൈറസ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു രാജാവ് അദ്ദേഹം ബാബിലോണിയ കീഴടക്കിയ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ രാജ്യത്തുള്ള എല്ലാ സ്ലേവ്സിനെയും അദ്ദേഹം സ്വതന്ത്രരാക്കി. ഫ്രീഡ് all slaves who were there in the Babylonia, and he said that every people or every citizen of Babylonia has the right to choose their own religion, their own belief. നമുക്കറിയാം ആ സമയത്ത് രാജാവിന്റെ മതമായിരുന്നു ജനങ്ങളുടെയും മതം. അത് അങ്ങനെ അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നത്. പക്ഷേ സൈറസ് പറഞ്ഞു തന്റെ സബ്ജക്ട്സിന് എല്ലാവർക്കും അവരുടേതായ റിലീജിയൻ ചൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം അദ്ദേഹം പുതുതായിട്ട് ഒരു രാജ്യം കീഴടക്കിയതാണ്. ആ രാജ്യം കീഴടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും കീഴടക്കുന്ന രാജാവും ആ രാജാവിന്റെ പ്രജകളും കീഴടക്കപ്പെട്ട വിഭാഗത്തെ ഒരിക്കലും തുല്യരായിട്ട് കണക്കാക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. കാരണം അങ്ങനെ അവരുടെ ഇന്നലെ പറഞ്ഞ പോലെ സോഷ്യൽ കോൺഷ്യസ് അത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടില്ലാത്തൊരു സമയമാണ്. പക്ഷേ സൈറസ് ദ ഗ്രേറ്റ് പറഞ്ഞു there should be racial equality, there should not be any discrimination on the basis of race. അങ്ങനെ ഇതുപോലെ ഇതിങ്ങനെ തുടങ്ങിയ the right he gave to the people of Babylonia when he conquered Babylonia in the year of 539. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അദ്ദേഹം നൽകിയ ഈ അവകാശം, ഈ റൈറ്റുകളെല്ലാം ഒരു ക്ലേ സിലിണ്ടറിന്റെ മുകളിൽ എഴുതിയിട്ട് അദ്ദേഹം അവിടെ ബാബിലോണിയിൽ പ്രതിഷ്ഠിച്ചു. ഇത് നമ്മൾ സൈറസ് സിലിണ്ടർ എന്ന് വിളിക്കും. ലോക ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ടാണ് ഈ സൈറസ് സിലിണ്ടറുകളൊക്കെ. ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യാവകാശം ജനങ്ങൾക്കൊരു കോഡിഫൈഡ് ആയിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ട്സിന്റെ ഉള്ളിൽ എഴുതിയിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ സംഭവമായിരുന്നു സൈറസ് അന്ന് BC 539 539 സൈറസ് നടത്തിയിട്ടുണ്ടായത്. അദ്ദേഹം ബാബിലോണിയ, അദ്ദേഹം ആ സമയം നമുക്കറിയാം മനുഷ്യന്റെ സിവിലൈസേഷന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് ആയിട്ട് നമുക്കതിനെ കണക്കാക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് 1215 അതായത് 1700 വർഷങ്ങൾക്ക് ശേഷമാണ് ഹ്യൂമൻ റൈറ്റ്സിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1215 മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം പ്യൂർ ഗോൾഡ് എന്നാണ്. കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ട് ഹി വാസ് ഫോഴ്സ്ഡ് ടു സൈൻ ഇൻ ദ മാഗ്ന കാർട്ട which gave a few rights to the English noblemen. അപ്പൊ ഇവിടെ നമുക്കറിയാം സൈറസിന്റെ സമയത്ത് ആ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ നൽകുന്ന ഒരു അവകാശമാണ്. പക്ഷെ മാഗ്ന കാർട്ടയുടെ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഗിവൺ or the few rights were given to the few men. അതായത് രാജ്യത്തിലെ ചില നോബിൾ മെൻ, അതായത് ഉന്നതരായ സമൂഹത്തിലെ കുറച്ച് ആളുകൾക്ക് കുറച്ച് റൈറ്റ്സ് കൊടുത്തു. മാഗ്ന കാർട്ട 1215 കിങ് ജോൺ he was forced to sign. അദ്ദേഹത്തിന് സ്വയം ഇഷ്ടപ്രകാരം ജനങ്ങൾക്ക് നൽകിയ അവകാശമല്ല, ഒരു അല്ലെങ്കിൽ
കണ്ടിന്യൂസ് സ്ട്രഗിളിന്റെ ഒരു ഫലമായിട്ട് കിങ് ജോൺ വാസ് ഫോഴ്സ്ഡ് ടു സൈൻ മാഗ്ന കാർട്ട which gave few rights to the few noble people of England. But still, it was considered as a big step in the development of human rights. പിന്നെയുള്ളത് യൂണിയൻ ഓഫ് ഉട്ട്രച്ച് ഇൻ 1579, then Bill of Rights in 1689. അതുപോലെ തന്നെ റിനൈസൻസിന്റെ സമയത്ത് 15, 16, 17 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലും അതുപോലെ ഇറ്റലിയിലും അതുപോലെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന കലയിലും സാഹിത്യത്തിലും ശാസ്ത്രത്തിലും എല്ലാം ഉണ്ടായിരുന്ന ഒരു പുരോഗമനമായിട്ടുള്ള ഒരു ചിന്താധാരയായിരുന്നു റിനൈസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് യൂറോപ്പിലെ പല തത്വചിന്തകരും പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളും ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട്. ഈ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1786, 1786 അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് സൈൻ ചെയ്യുന്ന സമയത്ത് that declaration was based on the principles of human rights. പക്ഷെ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ആ വേർഡ് ആദ്യമായിട്ട് മെൻഷൻ ചെയ്യപ്പെടുന്നത് 1789 ഫ്രഞ്ച് ഡിക്ലറേഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഉണ്ടായിരുന്ന ഫ്രഞ്ച് ഡിക്ലറേഷനിലാണ് 1789 ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. നമുക്കറിയാം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് തുടങ്ങി 3 മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അന്ന് 1789 ഫ്രഞ്ച് ജനത വിപ്ലവം നടത്തിയത്. അതിന്റെ ഫലമായിട്ടുണ്ടായിരുന്ന ഫ്രഞ്ച് ഡിക്ലറേഷനിലാണ് ആദ്യമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ലോകത്ത് ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. പിന്നെ അതിനുശേഷം 1800-കളിൽ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും, കാരണം പല രാജ്യങ്ങളും ഇന്നത്തെ മോഡേൺ നാഷൻ സ്റ്റേറ്റ് ആയിട്ട് രൂപം പ്രാപിക്കുകയും ആ രാജ്യങ്ങളിൽ എല്ലാം പുതുതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻസ് എഴുതപ്പെടുകയും ചെയ്ത ഒരു സമയത്ത് പല രാജ്യങ്ങളും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് രാജ്യത്തെ ജനങ്ങൾക്ക് പലതരത്തിലുള്ള റൈറ്റുകൾ നൽകി തുടങ്ങി 1800-കളിൽ. ഇതിനൊരു ഇന്റർനാഷണൽ മുഖം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ ലഭിക്കുന്നത് 1945 ജൂൺ 26 UN ചാർട്ടർ, ലോകത്തിലെ രാജ്യങ്ങൾ UN ചാർട്ടർ സൈൻ ചെയ്യുന്ന സമയത്താണ് ഹ്യൂമൻ റൈറ്റ്സ് ഒരു ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ, അല്ലെങ്കിൽ when they started talking about international human rights or human rights at an international platform. അങ്ങനെ 1946 തുടക്കത്തിൽ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് came into existence. ഇപ്പോഴും ലോകത്ത് മനുഷ്യാവകാശങ്ങൾക്ക് നിലകൊള്ളുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. നമ്മുടെ രാജ്യത്ത് കാശ്മീരിലെ കാശ്മീരിനെ കുറിച്ചും അല്ല, അതുപോലെ തന്നെ പല മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചും എല്ലാം അല്ലെങ്കിൽ ആ സമയത്തെല്ലാം UN കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് വളരെ ശക്തമായി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. But it was established in 1946. പിന്നെ 1948 ഡിസംബർ 10 United Nations Commission on Human Rights, they came up with something called the United Nations Declaration of Human Rights. അതായത് ലോകത്ത് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിക്ലറേഷൻ ആണ് യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, which was signed or which came to force in December 10, 1948, which is considered as the Human Rights Day till now. അപ്പൊ 1948 ഡിസംബർ 10 പ്രാബല്യത്തിൽ വന്ന യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇന്നേ വരെയുള്ള, അതായത് ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. And it was backed by many other international conventions and covenants.
like international covenant on civil and political right, international covenant on economic, social and culture rights. ഇതെല്ലാം 1970s വന്നിട്ടുള്ള ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് ആണ്. അതിന്റെ അതായത് യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതിന് ശേഷം വന്നിട്ടുള്ള ചില ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് ആണ് ഇന്റർനാഷണൽ കോവണന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സും അതുപോലെ ഇന്റർനാഷണൽ കോവണന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സും. ഈ മൂന്ന് യു എൻ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, UDHR, അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോവണന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സും അതുപോലെ ഇന്റർനാഷണൽ കോവണന്റ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സും, ഈ മൂന്ന് റൈറ്റ്സും കൂടി കൂടുന്നതാണ് ഇന്റർനാഷണൽ ബിൽ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, വിച്ച് ഈസ് an international covenant or international agreement to protect the human rights of everyone in the world or every human beings in the world. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ആദ്യം സൈറസ് ദ ഗ്രേറ്റ്, അദ്ദേഹത്തിന്റെ സൈറസ് സിലിണ്ടർ മുതൽ മാഗ്ന കാർട്ട, വി ഡിസ്കസ് അബൌട്ട് മാഗ്ന കാർട്ട, പിന്നെ ബിൽ ഓഫ് റൈറ്റ്സ്, അമേരിക്കൻ ഇൻഡിപെൻഡൻസ് സമയത്തുണ്ട്, അതുപോലെ ഫ്രഞ്ച് റെവല്യൂഷൻ, അതുപോലെ തന്നെ അതിനുശേഷം യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ഉണ്ടായ കോൺസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ നമ്മൾ യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ, യുണൈറ്റഡ് നേഷൻസ് UN ചാർട്ടർ, അതുപോലെ യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇത്രയും ഭാഗമാണ് നമുക്ക് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് നമുക്ക് എങ്ങനെ ഹ്യൂമൻ റൈറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ സമയത്ത് നമുക്ക് ആക്ച്വലി നമ്മൾ മുമ്പെല്ലാം ക്ലാസിഫൈ ചെയ്ത പോലെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ അല്ല ഇവിടെ ഉള്ളത്. ഈ നമ്മുടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഹ്യൂമൻ റൈറ്റ്സ് ക്ലാസിഫിക്കേഷനിൽ വി ആർ ക്ലാസിഫൈങ് ദ യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. അത് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ക്ലാസിക് റൈറ്റ്സ്, അതായത് ക്ലാസിക് ആൻഡ് സോഷ്യൽ റൈറ്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. നമ്മുടെ UDHR ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ക്ലാസിക് ആൻഡ് സോഷ്യൽ റൈറ്റ്സ്. അതിൽ ഒന്നാമത്തെ ക്ലാസിക് റൈറ്റ്സ്, നോൺ ഇന്റർവെൻഷൻ ഓഫ് ദ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് എ നെഗറ്റീവ് ഒബ്ലിഗേഷൻ. ക്ലാസിക് റൈറ്റ്സിൽ സ്റ്റേറ്റിന് ആക്ച്വലി കാര്യമായിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല. State has to guarantee this right. Of course, state has to guarantee these rights, but state does not have to positively intervene in the rights. For example, നമുക്ക് പറയാം civil and political rights, life and liberty, അതുപോലെ തന്നെ people's right to participate in the political affairs of the state. ഇത്തരം കാര്യങ്ങളിലെല്ലാം സ്റ്റേറ്റ് ഒരു ആക്റ്റീവ് ഇന്റർവെൻഷന്റെ ആവശ്യമില്ല. Although state has to protect, state should be there to protect these rights, but state does not need an active intervention as in the case of social rights. For example, നമുക്ക് സോഷ്യൽ റൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം റൈറ്റ് ടു ഹാവ് ഫുഡ്, റൈറ്റ് ടു ഹാവ് ഹൗസിംഗ്, അതുപോലെ റൈറ്റ് ടു ഹാവ് എ വർക്ക്. ഇത്തരം കേസുകളിലെല്ലാം സ്റ്റേറ്റിന് ഒരു പോസിറ്റീവ് ഇന്റർവെൻഷന്റെ ആവശ്യമുണ്ട്. കാരണം രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം സ്റ്റേറ്റ് ഫുഡ് പ്രൊവൈഡ് ചെയ്യണം, സ്റ്റേറ്റ് ആക്റ്റീവ്ലി ഇന്റർവെയിൻ ചെയ്യണം. അതുപോലെ ജനങ്ങള് എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യമുണ്ടെന്ന് സ്റ്റേറ്റ് ഉറപ്പുവരുത്തണം. അതുപോലെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അവരുടെ ജീവിക്കാൻ ആവശ്യമായ തൊഴിൽ കണ്ടെത്താൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഇവിടെയെല്ലാം സ്റ്റേറ്റിന് ഒരു പോസിറ്റീവ് ഇന്റർവെൻഷൻ ആവശ്യമുണ്ട്. There should be positive policy, there should be an economic intervention by the state. Whereas in classical rights we can see the state does not need to have an intervention, but still it does have to guarantee the rights, but there is no need of a positive intervention by the state. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത്, ക്ലാസിക് ആൻഡ് സോഷ്യൽ റൈറ്റ്സ്. പിന്നെ രണ്ടാമത്തുള്ളത് സിവിൽ പൊളിറ്റിക്കൽ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഒന്നാമതായിട്ട് സിവിൽ റൈറ്റ്സ്. സിവിൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ UDHRന്റെ ആദ്യത്തെ 18 ആർട്ടിക്കിൾസ് ആണ് സിവിൽ റൈറ്റ്സിന്റെ ഉള്ളിൽ വരുന്നത്.
For example, right to life, right to liberty, right, security of the person, അതുപോലെ physical violence against the individual, അത് right from arbitrary arrest, ഒരാളെയും വെറുതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ആർബിട്രറി ഇംപ്രിസൺമെന്റ് പാടില്ല. അതുപോലെ ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ, എല്ലാവർക്കും അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും സംസാരിക്കാനുള്ള അവകാശം, ലോകത്തെല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട റിലീജിയൻ ചൂസ് ചെയ്യാനുള്ള അവകാശം. അപ്പൊ ഇത്തരം അതായത് ഞാൻ ചില എക്സാമ്പിൾസ് മാത്രമാണ് തന്നിട്ടുള്ളത്. ഇത്തരം റൈറ്റുകളാണ് സിവിൽ റൈറ്റ് ആയിട്ട് വരുന്നത്. അതായത് UDHRന്റെ ആദ്യത്തെ 18 ആർട്ടിക്കിൾസ് ആണ് സിവിൽ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് പൊളിറ്റിക്കൽ റൈറ്റ്സ്. പൊളിറ്റിക്കൽ റൈറ്റ്സ് ആക്ച്വലി നമ്മൾ പല സമയം പൊളിറ്റിക്കൽ ഈക്വാലിറ്റിയുടെ സമയത്ത്, പൊളിറ്റിക്കൽ ജസ്റ്റിസിന്റെ സമയത്ത്, പൊളിറ്റിക്കൽ റൈറ്റ്സിന്റെ സമയത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും UDHRൽ ആർട്ടിക്കിൾ 19 to 21, 19, 20, 21 ഈ 3 റൈറ്റ്സ് ആണ് പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ ഈ 3 ആർട്ടിക്കിൾസ് ആണ് പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതായത് എല്ലാവരുടെയും പൊളിറ്റിക്കൽ വ്യൂസ് പബ്ലിക്കലി എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം. രണ്ടാമതായിട്ട് റൈറ്റ് ടു ഹാവ് അസോസിയേഷൻസ് ആൻഡ് അസംബ്ലി, റൈറ്റ് ടു ഹാവ് പീസ്ഫുൾ അസംബ്ലി ആൻഡ് റൈറ്റ് ടു ഫോം അസോസിയേഷൻ. ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും അവർക്ക് ഒരുമിച്ച് കൂടാനും അവർക്ക് അസോസിയേഷൻസ് ഫോം ചെയ്യാനുള്ള അവകാശമുണ്ട്. മൂന്നാമതായിട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പബ്ലിക് അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്, രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായുള്ള കാര്യങ്ങളിൽ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അവരുടെ രാജ്യങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സിൽ ഫ്രീ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള, ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് കാസ്റ്റ്, ജെൻഡർ എക്സെട്ര വാട്ട് എവർ ഇറ്റ് ഈസ്, അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം നൽകുന്ന മൂന്നാമത്തെ റൈറ്റ്. ഈ 3 റൈറ്റുകളാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആയിട്ട് വരുന്നത്. അത് UDHRന്റെ ആർട്ടിക്കിൾ 19 to 21 ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ്സ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ്സിൽ വരുന്നത് ആർട്ടിക്കിൾ 20 to 26 ഈ ഭാഗത്താണ് എക്കണോമിക് റൈറ്റ്സ്. അതായത് കണ്ടീഷൻസ് നെസസറി ഫോർ ദ പ്രോസ്പെരിറ്റി ആൻഡ് വെൽബീയിങ് ഓഫ് ഇൻഡിവിജ്വൽ, അതായത് ലോകത്തിലെ ഓരോ മനുഷ്യന്റെയും ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റും ഇൻഡിവിജ്വൽ പ്രോസ്പെരിറ്റിക്കുമായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ഡെവലപ്മെന്റിനും പ്രോസ്പെരിറ്റിക്കും ആവശ്യമായുള്ള റൈറ്റുകളാണ് UDHRന്റെ ആർട്ടിക്കിൾ 22 to 26 വരുന്ന ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റിന്റെ സമയത്ത് അവിടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്, ഫോർ എക്സാമ്പിൾ എക്കണോമിക് റൈറ്റ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നമുക്കറിയാം, റൈറ്റ് ടു പ്രോപ്പർട്ടി. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും റൈറ്റ് ടു ഹാവ് പ്രോപ്പർട്ടി, അവരുടേതായ സമ്പത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ സൂക്ഷിക്കാനുള്ള അവകാശം. അതുപോലെ തന്നെ എല്ലാവർക്കും തൊഴിൽ ചെയ്യാനുള്ള അവകാശം. അതുപോലെ ഏത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിലിൽ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള കൂലി അല്ലെങ്കിൽ വേജ് ലഭിക്കുന്നതിനുള്ള അവകാശം. അതുപോലെ തന്നെ റീസണബിൾ ലിമിറ്റേഷൻ ഓഫ് വർക്കിംഗ് അവേഴ്സ്, അതായത് നമ്മുടെ 24/7 ഒരിക്കലും ജോലി ചെയ്യാൻ പറ്റില്ല. He should get free time and he should get enough time to take rest, to spend time with his family. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ റൈറ്റ്സിൽ വരുന്നത്. പിന്നെയുള്ളത് എക്കണോമിക്, പിന്നെയുള്ളത് നമുക്ക് സോഷ്യൽ റൈറ്റ്സ് ആണ്. സോഷ്യൽ റൈറ്റ്സിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നെസസറി ഫോർ an adequate standard of living including right to health, shelter, food, social and right to education. അതായത് എല്ലാവരുടെയും, അതായത് സോഷ്യൽ വെൽബീയിങ്ങിന് ആവശ്യമായുള്ള റൈറ്റ്സ് ആണ് സോഷ്യൽ റൈറ്റ്സിൽ വരുന്നത്. ഞാനിത് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പല സമയങ്ങളിലായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചിട്ട് പറഞ്ഞു പോകുന്നത്. കാരണം ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ടുള്ളത് കൾച്ചറൽ റൈറ്റ്സ്. കൾച്ചറൽ റൈറ്റ്സിൽ പറയുന്ന കാര്യം ആർട്ടിക്കിൾ 27 and 28 ആണ് കൾച്ചറൽ റൈറ്റ്സ് വരുന്നത്. കൾച്ചറൽ റൈറ്റ്സ് എന്ന റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഫ്രീലി ഇൻ ദ കൾച്ചറൽ ലൈഫ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കൾച്ചറൽ റൈറ്റ്സിൽ
കൾച്ചറൽ ലൈഫിൽ ഫ്രീലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ എല്ലാവർക്കും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശമാണ് ഒന്നാമതായിട്ടുള്ളത്. പിന്നെ ഒരു രണ്ടാമത്തെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈറ്റ് ടു ഷെയർ ഇൻ ദ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ആൻഡ് റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ആൻഡ് മോറൽ ആൻഡ് മെറ്റീരിയൽ interest resulting from any scientific, literary or artistic production of which one is the author. അതായത് ആ സയന്റിഫിക് ഡിസ്കവറികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം, അതുപോലെ തന്നെ നമ്മുടെ ലൈക്ക് വാട്ട് എവർ വി ക്രിയേറ്റ് ഇൻ ടേംസ് ഓഫ് ഇന്റലക്ച്വൽ ക്രിയേഷൻ ഓർ ഇൻ ടേംസ് ഓഫ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ, എന്തെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അതിന്റെ മുകളിൽ നമുക്ക് ഉണ്ടാകുന്ന നമുക്ക് ഓണർഷിപ്പ് നമുക്ക് നൽകുന്ന അവകാശം, ഇതൊക്കെയാണ് കൾച്ചറൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 27-28 ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കൾച്ചറൽ സ്ഫിയറിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് കൾച്ചറൽ റൈറ്റ്സിൽ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ നമ്മൾ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ക്ലാസിക് ആൻഡ് സോഷ്യൽ റൈറ്റ്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് സിവിൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, കൾച്ചർ റൈറ്റ്സ്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് UDHR പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വിച്ച് ആർ ദ ബേസിക് റൈറ്റ്സ് ഓഫ് എവറി ഹ്യൂമൻ ബീങ്സ്. ലോകത്തെ എല്ലാ മനുഷ്യരുടെയും ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇറ്റ് കൺസേൺ അബൌട്ട് ദ പ്രൈമറിലി മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ നീഡ്സ് ഓഫ് ദ പീപ്പിൾ. അതായത് ലോകത്തുള്ള മനുഷ്യരുടെ മെറ്റീരിയൽ ആയിട്ടും നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അവകാശം. ഇവിടെ നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വേർഡ് പ്രൈമറി, അതായത് പ്രൈമറി നീഡ്സ് വിതൗട്ട് വിച്ച് എ ഡീസെന്റ് ഫോം ഓഫ് ലൈഫ് ഈസ് നോട്ട് പോസിബിൾ. അതായത് ഇത്തരം പ്രൈമറി ആയിട്ടുള്ള റൈറ്റ് അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ ഒരിക്കലും നമ്മൾക്കൊരു ഡീസെന്റ് ആയിട്ട് ഡിഗ്നിഫൈഡ് ലൈഫ് പോസിബിൾ അല്ല. അപ്പൊ അത്തരം അതായത് ഇങ്ങനെ ഒരു ഡിഗ്നിഫൈഡ് അല്ലെങ്കിൽ ഒരു ഡീസെന്റ് ലൈഫ് നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായുള്ള റൈറ്റുകളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ഹാവ് എ മിനിമം ലെവൽ ഓഫ് സെക്യൂരിറ്റി, അതുപോലെ ഫ്രീഡം ഫ്രം സ്ലേവറി, സെർവിറ്റ്യൂഡ്, ഫ്രീഡം ഫ്രം ടോർച്ചർ, അൺലോഫുൾ ഡിപ്രിവേഷൻ ഓഫ് ലിബർട്ടി തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള, അതായത് ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഒരു മനുഷ്യന് നൽകുന്ന അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന്റെ ഓരോ എക്സാമ്പിളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ആക്ച്വലി നമ്മൾ ഓൾറെഡി പല സമയത്തും പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ജസ്റ്റിസിന്റെയും ഇക്വാലിറ്റിയുടെയും ലിബർട്ടി സമയത്തെല്ലാം നമ്മൾ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഇതിലെ പല എക്സാമ്പിൾസും വളരെയധികം ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോ ഇൻഡിവിജ്വൽ എക്സാമ്പിൾ എടുത്തും ഡിസ്കസ് ചെയ്യാതെ ജനറൽ ആയിട്ട് എന്താണ് ആ ക്ലാസിഫിക്കേഷന്റെ ഉദ്ദേശം എന്താണ്, അതിനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാകുന്നതിന് ആവശ്യമായ അതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് മാത്രം പറഞ്ഞിട്ട് അതിന്റെ എക്സാമ്പിൾസ് ഇങ്ങനെ മിയർലി വായിച്ചു പോകുന്നുള്ള കാരണം എന്ന് പറയുന്നത് അതാണ്. യു ജസ്റ്റ് ഹാവ് ടു റിമെമ്പർ ദ എക്സാമ്പിൾസ് ആൻഡ് നോട്ട്സും കൂടി തരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് പറയാനുള്ളത്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഇന്നിപ്പോ ഒറിജിൻ ഓഫ് റൈറ്റ്സ്, തിയറീസ് ഓഫ് റൈറ്റ്സ് പറഞ്ഞു, ഡിഫറെന്റ് തിയറീസ് ഓഫ് ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട്സ് ഓൺ ദ ഒറിജിൻ ഓഫ് റൈറ്റ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ ഒറിജിൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു, വാട്ട് ഈസ് ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു, അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സും പറഞ്ഞു. ഇനി നമുക്ക് ഡ്യൂട്ടീസ് ആണ്, നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പോൾ അതിന് സമയമുള്ള ഓൾറെഡി 45 മിനിറ്റ് ആയി. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബോർ യു പീപ്പിൾ എനിമോർ. അപ്പോ that's all about for today, and see you next week. Bye. Thank you.